ഹായ്, ഇന്നെനിക്ക് പറയാനുള്ളൊരു വിഷയം എന്താണെന്നറിയോ? ആരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ? അതായത് നമ്മുടെ സന്തോഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നന്മയിൽ സന്തോഷമുള്ളവർ, നമുക്ക് ദുഃഖം വരുമ്പോൾ ദുഃഖം തോന്നുന്നവർ, അല്ലെങ്കിൽ നമ്മളോട് മനസ്സുകൊണ്ട് എമ്പതി തോന്നുന്നവർ, നമുക്ക് അത്യാവശ്യമായ ഘട്ടം വരുമ്പോൾ നമ്മളെ സഹായിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ സഹായിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അത് ആര് തന്നെയായാലും അവരുടെ നമ്മുടെ യഥാർത്ഥ ബന്ധുവാണ്. അത് രക്തബന്ധം തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് എന്തുന്നത് നമുക്ക് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളും ആരുടെയൊക്കെ യഥാർത്ഥ ബന്ധുവാണ് എന്നുള്ളത് നമ്മളും ടെസ്റ്റ് ചെയ്യണം. അത് സ്വയം ടെസ്റ്റ് ചെയ്യാം. അതായത് ഏതൊക്കെ ബന്ധുക്കളുടെ അടുത്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ സുഹൃത്തുക്കളുടെ അടുത്താണ്, അല്ലെങ്കിൽ ആരോടൊക്കെയാണ് അവരുടെ സന്തോഷത്തിൽ നന്മയിൽ നമുക്ക് ഹൃദയം കൊണ്ട് പങ്കുചേരാൻ പറ്റുന്നത്, അവരുടെ ദുഃഖത്തിൽ ഹൃദയം കൊണ്ട് ദുഃഖിക്കാൻ പറ്റുന്നത്, അത്യാവശ്യ ഘട്ടങ്ങൾ വരുമ്പോൾ അവർക്കൊരു സഹായമാവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ആരെയൊക്കെയാണ് സഹായിക്കുന്നത്, ഇവരുടെ എല്ലാം ബന്ധുവാണ് നമ്മൾ, യഥാർത്ഥ ബന്ധുവാണ് നമ്മൾ. അത് രക്തബന്ധമാവണമെന്നില്ല. സുഹൃത്തുക്കളോ സമൂഹത്തിലെ അയൽക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആരുമാവാം. അപ്പോൾ നമ്മളും ആരുടെയെങ്കിലും ബന്ധുവാണോ എന്ന് നമ്മളും സ്വയം ചിന്തിക്കണം. ആരൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ ബന്ധു എന്ന് നമ്മളും മനസ്സിലാക്കണം. ഓക്കേ.